ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മത്തങ്ങ വെച്ചിട്ടുള്ള അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ് ആട്ടോ. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയെ. അപ്പൊ ആദ്യം ഞാൻ മത്തന്റെ ഈ ഒരു ഭാഗം ഒന്ന് ചെത്തിയെടുക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ മെല്ലെ മെല്ലെ ചെത്തിയെടുക്കുക. ഇതിന്റെ മുഖം ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പൊ ഞാനിത് ചെത്തിയപ്പോ ഇത് കുണ്ടൻ ചാടിപ്പോയിട്ടോ. നമുക്ക് ഇനി എടുക്കാൻ കിട്ടുമോ നോക്കാട്ടോ. ഇതിനുള്ളിൽ അതൊക്കെ ഒന്ന് പിഴുതെടുക്കണം, നാലിപ്പത് കിട്ടും. ഇതിന്റെ വേരിങ്ങടെ അറക്കേണ്ടി വരുവേ. കിട്ടി. ഓ, ഇങ്ങനെ കിട്ടി കേട്ടോ. നല്ല മൂത്ത മത്തനാണേ. നമുക്ക് ഇതിന്റെ ഉള്ളിലത്തതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. കൈയിട്ട് എടുക്കാം. നമ്മൾ കുരുവൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കുരു നമുക്ക് കളയണ്ട കേട്ടോ. അത് വറക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, പിന്നെ ഒരിക്കൽ ചെയ്യാം. അപ്പൊ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളം പാർന്ന് കഴുകി കൊടുക്കണേ. ഉള്ളൊക്കെ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ചിരമാന്തി എടുത്തിട്ട് ഇതിങ്ങനെ എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ചിരമാന്തി എടുത്ത് ഇത് മാന്തി ഇതിങ്ങനെ എടുക്കുകയാണേ. ചിരകി എടുക്കുക കേട്ടോ. ചിരകുമ്പം കണ്ടോ ഇങ്ങനെ കിട്ടുന്നത് കണ്ടോ. അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യമൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുഴുവൻ ചിരകിയിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ ചിരകിയിട്ടുള്ളേ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചിരകണം എന്നില്ല കേട്ടോ. അങ്ങനെ ചിരമാതി ഇല്ലാത്തവര് നേരത്തെ ഒരു മത്തം വാങ്ങി മുറിച്ച് കഷ്ണങ്ങളാക്കിയെടുത്ത് വേവിച്ചെടുത്താലും മതിയേ. പുഡിങ് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാനിതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളത്. നമുക്കൊരു 4 വിസിൽ അടിക്കുന്നത്, ഒരു 3 വിസിൽ മതി കേട്ടോ. 2 3 വിസിൽ നമുക്കിത് വിസിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്. 2 3 വിസിലുകൊണ്ട് വേഗം വേവ് കിട്ടും. മത്തങ്ങക്കൊന്നും അധികം വേവില്ല. അതൊന്ന് കയ്യിലോണ്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നാക്കി ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഇത് നമുക്ക് വേണ്ടത് വെർമിസെല്ലിയാണ് കേട്ടോ. കുറച്ച് റോസ്റ്റഡ് വെർമിസെല്ലിയാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് കുറച്ചെടുക്കണം കേട്ടോ. നമുക്ക് കുറച്ചൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെർമിസെല്ലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ മത്തങ്ങന്റെ കൂടെ ഈ വെർമിസെല്ലിയും ചേർത്താൽ കേട്ടോ. റോസ്റ്റഡ് വെർമിസെല്ലിയാണേ. ഇനി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ മത്തനും വെർമിസെല്ലിയും കുറുക്കി എടുക്കാനുള്ള ഒരു പാല് മതി. അപ്പൊ നിങ്ങളെ മനോധർമ്മം അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതൊരു 400 ml പാലുണ്ട്. കുറച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ്ങിന് ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരം നിങ്ങൾ ചേർക്കുക കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതില്ലാത്തൊരു 2 ഏലക്ക കുത്തിയിട്ടാലും മതിയേ. കുറച്ചുള്ളല്ലോ. ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് കുറച്ചുള്ളതേ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെർമിസെല്ലില്ലേ, ഞാൻ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് വേവുന്ന വെർമിസെല്ലിയാണേ. നമുക്കൊന്ന് പൊടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക്
വേഗം ഇളക്കി കൊടുക്കാം, കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മത്തനും ഇട്ട് കൊടുക്കണേ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ്, സാൾട്ട്, അപ്പോൾ ഒത്തിരി ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ ഈ മധുരത്തിൽ ബാലൻസ് ചെയ്യാൻ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മധുരത്തിലേക്കൊക്കെ അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മത്തങ്ങ വേവിച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തൻ വേവിച്ചത് ഇതിട്ട് കൊടുക്കുന്നുണ്ടേ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഒരു മനോധർമ്മം അനുസരിച്ച് എടുത്ത് അളവൊക്കെ എടുത്തിട്ട് ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ച കുറച്ച് പാലുണ്ടായിരുന്നേ. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പാലുകൊണ്ട് കലക്കട്ടോ, പാലൊഴിച്ച് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ കലക്കിയെടുക്കണേ. ഇത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ പാർന്ന് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് അത്യാവശ്യം പിന്നെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിത് മീഡിയം ചെറിയ ഫ്ലെയിം കേട്ടോ, ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇത് വേവൊക്കെ പെട്ടെന്ന് കഴിയും. വെർമിസിലിക്കും തീരെ വേവില്ല കേട്ടോ. ഇതിലേക്ക് ഇടുമ്പം തന്നെ വേവുന്നതാണ്. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇത്തിരി ഒരു 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് പ്രത്യേക ഫ്ലേവറിന് വേണ്ടി. ഇത് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇത് ഒരു പുഡിങ് കഴിക്കാൻ കേട്ടോ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. പെട്ടെന്നാവട്ടോ, അധികം ടൈമൊന്നും വേണ്ട. അതിന് വേഗം ആയി കിട്ടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ് ആണിത്. നമുക്കിത് സെർവ് ചെയ്യുന്ന എങ്ങനെ നോക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് പാത്രത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ വേണ്ടവരിട്ട് കൊടുത്താൽ മതിയെ, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഉണ്ടാക്കിയെടുത്ത ഈ മത്തങ്ങ പുഡിങ് ലേഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ മത്തനെ ആദ്യം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്തില്ലേ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാട്ടോ. ഈ മത്തൻ തോട് ഒന്ന് ഫ്രിഡ്ജിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് തണുത്ത് കിട്ടിക്കോളും. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്. എത്ര ഇട്ടിട്ടും അങ്ങ് ആവുന്നില്ല കേട്ടോ. കണ്ടോ, അതെല്ലാം കഴിഞ്ഞ് കണക്കായി. ഇതിന് നമ്മൾ ഉണ്ടാക്കിയത് മുഴുവനും ഇതിന് കണക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് ഇത് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ നമുക്കിത് വെച്ചിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. നമുക്കിതിന്റെ മേലെയും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മത്തങ്ങ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നന്നായി സെറ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 മണിക്കൂറായിട്ടോ.
അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ്ങാണിത്, കണ്ടോ. അപ്പം നമ്മുടെ മത്തങ്ങ പുഡിങ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഈ മത്തം നമുക്ക് ഇത് പുഡിങ് എടുത്തു കഴിഞ്ഞാൽ മത്തം നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഒഴിവാക്കരുതേ, നമുക്ക് കറി വെക്കാനും കൂട്ടാൻ വെക്കാനും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.